കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളിലും റോഡുകൾ കുത്തിപ്പൊളിച്ച് താറുമാറാക്കിയിട്ടിരിക്കുന്നത് കൊച്ചിയിലേക്ക് വരുന്നവർക്ക്, കൊച്ചിയിൽ താമസിക്കുന്നവർക്ക്, കൊച്ചിയിലൂടെ പോകുന്നവർക്ക് ഒക്കെ ഇതിനകം കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും. വാട്ടർ അതോറിറ്റിയാണ് മഴക്കാലത്ത് ഈ ദുരിതം നാട്ടുകാർക്ക് നൽകുന്നത്. മഴ കനത്തതോടെ ഇതുവഴിയുള്ള ഗതാഗതം താറുമാറായി എന്ന് പറയേണ്ടതില്ലല്ലോ. ലേബി സജീന്ദ്രൻ പറയും ബാക്കി. ലേബി സജീന്ദ്രൻ, ഗുഡ് ഈവനിങ്. എവിടെയാണ് നിൽക്കുന്നത്? കുളമാണോ, വഴിയാണോ, എന്താണ് അവിടുത്തെ അവസ്ഥ? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് കടവന്ത്രയിൽ നിന്ന് പോകുന്ന KP വള്ളുവൻ റോഡ്. ഈ റോഡിലെ അവസ്ഥ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇത് KP വള്ളുവൻ റോഡിന്റെ മാത്രം അവസ്ഥയല്ല, കൊച്ചി നഗരത്തിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഇതുപോലെ റോഡ് പണി നടക്കുന്ന സമയമാണ്. റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. പൈപ്പ് ഇടാനായി വാട്ടർ അതോറിറ്റിയാണ് ഈ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. ഇതിന് ലഭിക്കുന്ന മറുപടിയാണ് ഏറ്റവും രസം. പൈപ്പ് ഇവിടെ മാറി ഇടുക എന്നുള്ളത് ആവശ്യമാണ്. ജനങ്ങൾക്ക് കുടിവെള്ളം കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതൊക്കെ ഇരിക്കുമ്പോഴും ഈ സമയത്താണോ, ഈ മഴ കനത്തു പെയ്യുന്ന സമയത്താണോ വാട്ടർ അതോറിറ്റി പൈപ്പ് മാറാൻ സമയം കണ്ടെത്തേണ്ടത്? ആ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഈ ചോദ്യം നമ്മൾ കോർപ്പറേഷൻ മേയറോട് തന്നെ ചോദിച്ചു. മേയറെ തന്നെ നമ്മൾ ലൈവിൽ പങ്കെടുപ്പിക്കാനിരുന്നതാണ്. തിരക്ക് മൂലം വന്നില്ല. പകരം നമ്മുടെ ഇവിടുത്തെ ഇതിനോട് ചേർന്ന ഡിവിഷനിലെ കൗൺസിലർ ആന്റണി പൈനുതുറയുണ്ട്. ഇതെന്താണ് ഈ കാണുന്നത്? ശരിക്കും കുടിവെള്ളം നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് പൊട്ടിക്കരുതായിരുന്നു. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ സുഖമായിട്ട് ഈ വർക്കുകൾ ചെയ്യാമായിരുന്നു. അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഈ മാസം വന്ന് തുടങ്ങിയപ്പോൾ കനത്ത മഴയാണ്. മാത്രമല്ല വിദ്യാലയങ്ങൾ തുറക്കാൻ പോവുക. ജൂൺ മാസം 1-ാം തീയതി വിദ്യാലയം തുറക്കുമ്പോൾ ആളുകൾ ഉറപ്പായിട്ട് ഇവിടെ വന്ന് വീഴും. ഇപ്പോൾ തന്നെ രാത്രികളിലൊക്കെ ആളുകൾ വാഹനമായിട്ട് വന്ന് വീഴുകയാണ്. അപ്പോൾ കുടിവെള്ള പദ്ധതിയൊക്കെ ശരിയാണ്, പക്ഷേ അതിനപ്പുറമായിട്ട് ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി. ഏത് കുടിവെള്ള പദ്ധതിയാണ്? എന്തുകൊണ്ടാണ് ഈ സമയത്ത് പൈപ്പ് മാറേണ്ട സാഹചര്യം വന്നത്? ഇത് ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൌൺസിലിൽ എന്ന് വെച്ചാൽ ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് പാസാക്കിയ പ്ലാൻ ഫണ്ടിന്റെ ബാക്കിയാണത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ മെയ് മാസം അവസാനം ഇത് ചെയ്യാൻ വേണ്ടി വന്നു. മെയ് മാസം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇതേ പ്രശ്നങ്ങൾ കൊണ്ട് NSS കരയോത്തിന്റെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഒരു വർഷത്തിന് മേളിലെടുത്തു. ആ ഒരു വർഷത്തിന് മേളിൽ എടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു പൈപ്പ് ഇടാനുണ്ടെങ്കിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഇടാന്ന് പറഞ്ഞിട്ട് അതിന്റെ ടെൻഡർ ആയത് പോലും മാർച്ച് മാസമാണ്. മാർച്ച് മാസം ടെൻഡറായി, ഇലക്ഷൻ കഴിയാൻ നിന്നു. ഇലക്ഷൻ കഴിഞ്ഞ് പൊട്ടിച്ചു തുടങ്ങി. ഇപ്പൊ കനത്ത മഴയായി, ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് കാര്യങ്ങൾ. കനത്ത മഴയാണെങ്കിൽ റോഡിൽ മുഴുവൻ ഗതാഗത കുരുക്കുമാണ്. ഇത് കൊച്ചി നഗരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കൌൺസിലർമാരുടെയൊക്കെ പ്രതികരണം എന്താ? ഇത് പറഞ്ഞില്ലേ മേയറുടെ അടുത്ത്? പല അവസരങ്ങളിൽ പറഞ്ഞാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഞങ്ങൾ അങ്ങോട്ട് പ്രതികരിക്കുമ്പോൾ കുടിവെള്ള പ്രശ്നമായിട്ട് ജനങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ചൊന്ന് റിവേഴ്സിൽ പോകേണ്ട ഗതികേട്ടിലേക്ക് വരികയാണ്. കാരണം കുടിവെള്ള പ്രശ്നം അത്ര രൂക്ഷമാണ്. വാട്ടർ അതോറിറ്റി സമയാസമയമായിട്ട് ഇത് വേണ്ടെന്ന കാര്യങ്ങൾ ചെയ്ത് പൈപ്പിട്ട് കുടിവെള്ളം എത്തിക്കാത്തതിൻ്റെയാണ് പ്രധാന പ്രശ്നം. തേവരയിൽ നിന്നുള്ള വെള്ളം എത്തിക്കാനായിട്ട് തേവരയിലെ പൈപ്പുകളിട്ട് കണക്ട് ചെയ്ത് അവിടെ നിന്നും വരുന്നുണ്ട്. അത് കൂടാണ്ടാണ് ഈ പൈപ്പുകൾ ഇടുന്നത്. ഇവിടെ മൊത്തം 3 പൈപ്പുകളാണ്. ഈ ഒരു സൈഡ് മാത്രമല്ല, ഇതിനുശേഷം അപ്പുറത്തെ സൈഡും കൂടി കുഴിക്കും. ലേബി, ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിക്കൂ. ലേബി, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്, ഒരു പക്ഷേ ലേബിക്കും തോന്നിയിട്ടുണ്ടാകും. അതായത് റോഡ് പണി പൂർത്തിയാകുന്നത് വരെ വാട്ടർ അതോറിറ്റി കാത്തു നിൽക്കും. റോഡ് പണി പൂർത്തിയായ റോഡ് നല്ല ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, വന്നൊറ്റ കുഴിക്കലാണ്. പലയിടങ്ങളിലും ഇത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ നേരത്തെ തന്നെ ഇവർക്ക് പരസ്പരം ആലോചിച്ച് കുഴിച്ചിട്ട് റോഡ് കംപ്ലീഷനിലേക്ക് എത്തിക്കൂടെ? തീർച്ചയായും അതെനിക്കും സുജയ എപ്പോഴും തോന്നുന്ന സംശയമാണ്. റോഡൊക്കെ താറുമാറായി കിടന്ന് ആ റോഡെല്ലാം കൃത്യമായി പണി പൂർത്തിയായി കഴിയുമ്പോഴേ ഒരു ഭാഗത്തൊന്ന് പൊളിച്ച് തുടങ്ങും. കഴിഞ്ഞ ദിവസം ഞാനിതുപോലെ നല്ലൊരു റോഡ് ഈ പകുതി ഭാഗം മുതൽ കുത്തിപ്പൊളിക്കുന്നത് കണ്ട് വിഷമത്തോടു കൂടി നിന്നതാണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് പണിയൊക്കെ കഴിയുമ്പോഴേ ഇങ്ങനെ ഈ വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കുന്നത്? കുത്തിപ്പൊളിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അത് നന്നാക്കുമല്ലോ. എന്താ ഇതൊക്കെ? വാട്ടർ അതോറിറ്റിയും കൊച്ചിൻ കോർപ്പറേഷൻ ആണെങ്കിലും ഒന്നു ചേർന്നുള്ള ഒരു സംയോജിതമായ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. കൊച്ചിൻ കോർപ്പറേഷന്റെ ഫണ്ട് അനുവദിക്കുന്നതനുസരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ ടാർ ചെയ്ത് പോകുന്നു. വാട്ടർ അതോറിറ്റി എപ്പോഴാണ് ഫണ്ട് അനുവദിക്കുന്നതനുസരിച്ച് വാട്ടർ അതോറിറ്റിയും വരുന്നു. ഒന്ന് ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ചേർന്നുകൊണ്ട് ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിപ്പോ മാർച്ചിൽ നടക്കേണ്ട പണിയാണ് ഇത് മെയ് അവസാനത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ഒരു വർഷത്തിനകം നടക്കേണ്ട വർക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസം അവസാനമാണ് ടെൻഡർ കഴിഞ്ഞത്. ആ സമയത്ത് ചെയ്യേണ്ടായിരുന്നു. ആ സമയത്ത് ചെയ്തില്ല. മാർച്ചിൽ ചെയ്തില്ല. ഇപ്പോഴാണ് വന്ന് ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ പൊളിച്ചിട്ട്? ഞാനിവിടെ അടുത്ത് തന്നെ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ ഇവിടെ കാറുകളൊക്കെ തന്ന് ഇവിടെ ഞങ്ങൾ വന്നിട്ടാണ് ഓരോരുത്തർ പൊക്കി കൊടുത്തു വിടുന്നത്. വൈകുന്നേരം കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. അടുത്ത മാസം ഈ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു 10-25 സ്കൂൾ ബസ്സുകളൊക്കെ ഇതിൽ കൂടി പോണേണ്.
സ്കൂൾ തുറന്നു കഴിഞ്ഞ അവസ്ഥ ഇതിലും മോശം. ഇതിലും മോശമായിരിക്കും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ. സുജയ നേരത്തെ ചോദിച്ചത് വളരെ കൃത്യമാണ്. എല്ലാ റോഡുകളിലും ഇത് കുറച്ചുകൂടി അധികൃതർ ഒരു ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. അത് ഇവിടുത്തെ മാത്രമല്ല, കേരളത്തിൽ എവിടെ നോക്കിയാലും റോഡുകൾ വളരെ ഭംഗിയായി അതിന്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ ഒരു മടിയുമില്ലാതെ കുത്തിപ്പൊളിച്ചു തുടങ്ങും. ആ കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ട് പോവുകയാണ്. എന്തുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഈ റോഡ് നിർമ്മിക്കുന്നത്, ആരുടെ റോഡായാലും കോർപ്പറേഷന്റെ ആയാലും സ്റ്റേറ്റ് ആയാലും നാഷണൽ ഹൈവേ ആയാലും, എന്തുകൊണ്ടാണ് ഏകോപിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കാത്തത് എന്നുള്ളത് തീർച്ചയായും ലേബി വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ലേബി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ കാഴ്ച ഇതാണ്. KP വള്ളം റോഡ് മാത്രമല്ല, കൊച്ചിയിൽ ഏറെക്കുറെ മിക്കവാറും റോഡുകളിലൊക്കെ അവസ്ഥ ഇതാണ്. ഈ വഴിയൊക്കെ ഒന്ന് അധികൃതർ വന്ന് കാണണം. മഴക്കാലത്ത് നിങ്ങളുടെയൊക്കെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നില്ല, എന്റെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നുണ്ട്. പക്ഷെ അവർ നടന്നു പോകുന്നതുകൊണ്ട് വഴിയുടെ സൈഡിൽ കൂടി കുഴിയൊക്കെ മാറി വെള്ളം കാണുമ്പോൾ വെള്ളം എന്ന് പറഞ്ഞ് ചാടിച്ചാടിയൊക്കെ എങ്ങനെയെങ്കിലും സ്കൂളിലെത്തും. പക്ഷേ സ്കൂൾ ബസ്സിലും ഓട്ടോയിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ പോകുന്ന കുട്ടികളൊക്കെ ഈ കുണ്ടിലും കുഴിയിലും പെട്ടൊക്കെയാണ് ഈ സ്കൂളുകളിലേക്കൊക്കെ അടുത്ത ആഴ്ച മുതൽ എത്താൻ പോകുന്നത്. അതിനു മുൻപ് ഒരു പരിഹാരം ദയവ് ചെയ്ത് കാണണം സാർ.